പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഞാൻ ധ്യാനിക്കുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6:27. വചനം പറയാണ്, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ശരിക്ക് ഉത്കണ്ഠ അല്ലേ എന്തേലും കാര്യങ്ങളെ കുറിച്ചിട്ട്, ദൈവമേ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യനില എന്തായാണാവോ, എൻ്റെ മക്കൾ അവനെ ഇപ്പോൾ LKG പഠിക്കുന്നത്, 10ാം ക്ലാസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെയാണാവോ. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ഒരു സാധാരണ റീസണിങ്ങിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ചിലപ്പോഴെങ്കിലും അമിതമായ ടെൻഷൻ, പ്രത്യേകിച്ച് അമ്മമാരിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പന്മാരിലാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല താനും, അതും ശരിയല്ല. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും അവരുടെ ക്യാരക്ടർ ഫോർമേഷനായാലും ഒക്കെ നമ്മൾ പ്രിയ സഹോദരങ്ങളെ ശരിക്ക് നമ്മൾ ഉത്കണ്ഠ വേണ്ട, പക്ഷേ അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക, അവരെ പ്രാർത്ഥിപ്പിക്കാൻ പരിശീലിപ്പിക്കുക. അതായത് ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവന് ഉത്കണ്ഠകളും ആകുലതകളൊക്കെ അതിജീവിക്കാൻ വേണ്ട ഒരു കരുത്ത് അവന് കിട്ടും. ഇന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ മാതാപിതാക്കളും അല്ലെങ്കിൽ മറ്റു അധ്യാപകരൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെങ്കിലും നമ്മിൽ തന്നെ ആശ്രയിക്കാനായിട്ട്, നമുക്കറിയാം സഹോദരങ്ങൾ, നമ്മുടെ കഴിവ് കൊണ്ട് ഒരുപാട് ലിമിറ്റേഷനുണ്ട്, ഒരുപാട് പരിധിയുണ്ട് നമ്മുടെ കഴിവുകൾക്ക്. എന്നാൽ കർത്താവിൽ ശരണപ്പെടുന്നവരാണെങ്കിൽ കർത്താവിന് പരിധികളില്ല, അതിരുകളില്ല. ആ അതിരുകളില്ലാത്ത കർത്താവിൽ ശരണപ്പെടുവാനായിട്ട് നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഒരു പക്ഷേ മതബോധനമൊക്കെ നമ്മൾ ഒന്ന് വീണ്ടും വിചാരം ചെയ്യേണ്ട മേഖലകളാണ്. ഈ കർത്താവിൽ ശരണപ്പെടാനായിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഫോർമേഷൻ എങ്ങനെ എനിക്ക് കൊടുക്കാം? ഫസ്റ്റ് കാറ്റീസും ടീച്ചേഴ്സ് പാരൻസാണ്. അപ്പനമ്മ എന്ന നിലയ്ക്ക് ഈ ഒരു ബോധ്യം നമുക്ക് എത്രമാത്രം കൊടുക്കാൻ പറ്റുന്നുണ്ട്? പ്രതികൂലങ്ങളിൽ തളരാതെ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പൗരോഹിത്യത്തിലേക്ക് സന്യാസത്തിലേക്കൊക്കെ ദൈവവിളി ലഭിച്ചു വരുന്ന മക്കൾക്ക് ശരിക്കും ഈ ഒരു സാധനം വേണം. അതായത് പ്രതികൂലങ്ങളിൽ എന്തിനും ഏതിനും വികാരിച്ച് ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ സിസ്റ്റർ ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഒരു ആത്മശക്തി ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ നാളത്തെ പൗരോഹിത്യം എന്താവും? അവർ മുട്ടെത്തിക്കാൻ പറ്റില്ല, അവർ തളർന്നു പോകും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ശരിക്കും ഈ ഒരു വചനത്തെക്കുറിച്ച് ഉത്തമ ബോധ്യം വേണം. നമ്മുടെ എല്ലാ ട്രസ്റ്റും, ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ആ പ്രശ്നങ്ങളെല്ലാം ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വചനം ഒരു ബോധ്യമായിട്ട് മാറണം. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതുപോലും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ മോനെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്നാണ് ഈശോ ചോദിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരൻ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിനത്തിൽ ഈശോയെ അങ്ങയിൽ ശരണപ്പെടാൻ, അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെടുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുദായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴെപ്പോഴുന്നേക്കും ആമേൻ.